ഇപ്പോൾ വൈകുന്നേരം 4 മണിയാവാനും വേണ്ടി വെയിറ്റ് ചെയ്യലാണ് എൻ്റെ സ്ഥിരം പരിപാടി ഇട്ടാ. വേറൊന്നിനുമല്ല, ഇതാ ഈ ഒരു കുഞ്ഞി ചെക്കനുണ്ടല്ലോ, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് താത്തി കാക്കി വരുന്ന സമയമാണ്. മോനെത്താൻ ഒരു 5 മണിയാവും. എന്നാലും ഏകദേശം ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഹാപ്പി, ഇയാളും ഹാപ്പി ഇട്ടാ. കാരണം ഇവനക്ക് ഇവരുടെ രണ്ടാളുടെയും കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സ്കൂട്ടിയിലൊക്കെ ഇരുത്തി കൊഞ്ചിക്കാനും മുറ്റത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവനിങ്ങനെ ഒക്കത്ത് വെച്ച് നടക്കാനൊക്കെ ഇവരല്ലേ ഉള്ളത്. അപ്പോൾ അവരെ കൂടെ അവൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് നേരം ഞാനും മക്കളെ കൂടെ അവിടെയൊക്കെ ചുറ്റി നടന്നു. പിന്നെ കുറേ സമയം ഇങ്ങനെ നടക്കാൻ പറ്റില്ല, എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. മോനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് നമ്മളെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജിയു ബേബിനെ ഇത്താത്താൻ്റെ കാക്കാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നൈസായിട്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഡിന്നറിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ഉച്ചയ്ക്ക് ചിക്കൻ മസാല തേച്ച് വെച്ചതായിരുന്നു. മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ രാത്രിയിൽ അത്ര വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ബേബിനെ കുളിപ്പിക്കൽ, ഫുഡ് കൊടുക്കൽ, മക്കളെ പഠിത്തമൊക്കെ ആയിട്ട് നല്ല തിരക്കാവാൻ പോകുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ ഉണ്ടല്ലോ, വൈകുന്നേരം എനിക്ക് കുറച്ചൊരു ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു ബെഡ് വിരിക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. കാരണം നമ്മൾ ജിയോ ബേബി ഞാനും കൂടെ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കുറേ ബെഡ്ഷീറ്റും സംഭവങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ അതിനൊക്കെ ഇന്നെ റിയമോളെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. കുറേ ദിവസമായി ഇതിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കണം. ഓയിൽ ബോട്ടിൽസ് പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ വലിയ കുഴപ്പമില്ല, ചിലതൊക്കെ ഗ്ലാസ് ബോട്ടിലാവുമ്പോൾ വീണ് പൊട്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് സമയമൊക്കെ നല്ല ആയുസോടെ സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താവുമോ എന്തോ. പക്ഷേങ്കിൽ ഇതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ അടിപൊളിയാണ്, നല്ലതാണ്, ലീക്കേജ് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണ് കേട്ടോ. പിന്നെ അത്ര പെട്ടെന്ന് എങ്ങോട്ട് കെയർ ചെയ്യാതിട്ട് പൊട്ടിക്കണ ഒരു ടൈപ്പൊന്നും അല്ല. ഞാൻ കുറച്ചൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എത്ര കെയർ ചെയ്താലും ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകണ ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴുകി തുടച്ച് എണ്ണക്കാക്കി വെച്ച് ഇതാ നമ്മളെ മോനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതിവിടെ ഇടയ്ക്ക് കുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഉപ്പച്ചി മക്കളും കൂടി ചേർന്നിട്ട് ചെയ്ത് കൂട്ടുന്നതാണ്. ഇത് ഉമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കൂല എന്നും പറഞ്ഞിട്ട് അവർ ഇക്കാനെ സോപ്പിടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോസ്റ്റ് കഴിക്കൂലേ, ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല, മക്കളെ പോലെ തന്നെ ഞാനും കഴിക്കും. പക്ഷേങ്കിൽ ചില ദിവസങ്ങളിലുണ്ടല്ലോ നമ്മളെ വീട്ടിൽ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വീണ്ടും ഇത് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ സമ്മതിക്കാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവില്ലുണ്ട്. അപ്പോൾ ഇക്കാനെ സോപ്പിട്ടാൽ നടക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ എന്താവാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.